പരം സുന്ദരി അല്ലെങ്കിൽ പരമ അപരാധം നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ, രഞ്ജി പണിക്കറൊക്കെ തുടങ്ങി ഒരുപാട് ആൾക്കാർ അഭിനയിച്ചിട്ടുള്ള ഒരു ലെവൽ പടമാണ്. അതായത് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും കേരളത്തിനെ പറ്റി എത്ര കഷ്ടപ്പെട്ട് റിസർച്ച് നടത്തി അതിനെപ്പറ്റി കാര്യമായിട്ടുള്ള പഠനം നടത്തിയിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ ഒരു സിനിമ ചെയ്തേക്കുന്നുള്ളത്. നമ്മുടെ സംസ്കാരം, നമ്മുടെ ഫെസ്റ്റിവൽസ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കാര്യമായിട്ടുള്ളൊരു പഠനം തന്നെ ഇതിൻ്റെ ഡയറക്ടർ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്കല്ല അങ്ങ് നോർത്തിലുള്ളവന്മാർക്ക് കൊടുക്കാനുള്ളൊരു പ്ലാനിങ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു ദിവസം ഈ സിനിമയുടെ ഡയറക്ടറിന് ഒരു ഐഡിയ ഉദിക്കുകയാണ്. അതായത് ഒരു ലവ് സ്റ്റോറി, ഒരു നല്ല ലവ് സ്റ്റോറി ചെയ്യണം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറി അത്ര വലിയ സംഭവമൊന്നുമല്ല. ഈ സിനിമ ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും നോർത്തിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലീഷേ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ലവ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ചുമ്മാ പൊട്ട സ്റ്റോറി. പക്ഷേ ഈ സ്റ്റോറിയെ തന്നെ അങ്ങ് കേരളത്തിൽ നടത്തുന്നത് പോലെ ആക്കണം. എന്നിട്ട് ഒരു ട്രെയിലർ ഇറക്കി വിട്ട് അങ്ങ് PR തന്ത്രങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ ഈ ഒരു സിനിമയെ പറ്റി വലിയൊരു സംസാരം ഉണ്ടായി, കേരളത്തിലുള്ള ആളുകൾ ഇതിനെ പറ്റി എതിർത്ത് സംസാരിച്ച് അങ്ങനെ വലിയ രീതിക്ക് ഒരു കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നോർത്തിലുള്ളവന്മാർ കേരള സ്റ്റോറി കയറി പിടിച്ച പോലെ ഈ പടവും കയറി പിടിച്ച് ഇത് ഹിറ്റാക്കാം എന്നുള്ളൊരു ഐഡിയ വെച്ച് ഇതിൻ്റെ ഡയറക്ടർ ഇറക്കി വിട്ട പടച്ചു വിട്ട ഒരു പച്ച അപരാധമാണ് ഈ ഒരു സിനിമ. സ്റ്റാർട്ട് ടു എൻഡ്, അതായത് അങ്ങ് തുടങ്ങി പടം ത്രൂ ഔട്ട് അവസാനം വരെ ഒരു ലെവൽ അപരാധമായിട്ടാണ് ഈ ഒരു സിനിമ നമുക്ക് കാണാൻ പറ്റുന്നത്. അപരാധമായിട്ട് ചില സമയത്ത് പോലും കാണാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിത് കേരളത്തിനെ പറ്റി ഇങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു സിനിമ അത്ര മോശമാണെന്ന് പറയുന്നെങ്കിൽ അതെടുത്തങ്ങ് മാറ്റി വെക്കുക. കേരളം എന്ന കാര്യം എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഒരു സിനിമയെ പറ്റി നമ്മൾ നോക്കുകയാണ്. ഇതിൻ്റെ സ്റ്റോറി ലൈന്, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നല്ല ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടുള്ള ഓരോ ഡയലോഗ്സും സംഭവങ്ങളും വെച്ചുകൊണ്ട് പോകുന്നൊരു സംഭവം. അതായത് ഇതിൻ്റെ സ്റ്റോറി ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ക്യാരക്ടർ വലിയൊരു റിച്ച് ആയിട്ടുള്ള ആളാണ്, ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ഡേറ്റിംഗ് ആപ്പ്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോൾമേറ്റിനെ കണ്ടുപിടിച്ചിട്ട്, സാധാരണ ഡേറ്റിംഗ് ആപ്സ് പോലെയല്ല, കണ്ടുപിടിച്ച് തരുന്ന സോൾമേറ്റ് 100% നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം ഈ ഒരു സംഭവത്തിന് ഇദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിന് അച്ഛൻ കൊടുക്കണം. പക്ഷേ അച്ഛൻ ഈ ഒരു സംഭവം കിട്ടിയിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആവുന്നില്ല. പക്ഷേ സിദ്ധാർത്ഥ് മൽഹോത്ര പറയുന്നത് എനിക്ക് പൈസ വേണമെന്നും പറഞ്ഞ് പുറകിന് നടന്ന് കിടന്ന് പറഞ്ഞ് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേനും അച്ഛൻ പറയുകയാണ്, ഓക്കെ നീ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് വർക്ക് ആവുന്നുണ്ടെന്ന് നീ തന്നെ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് ഫണ്ട് തരാം. എന്നിട്ട് സിദ്ധാർത്ഥ് മൽഹോത്ര താൻ തന്നെ ഒരു സോൾമേറ്റിനെ കണ്ടുപിടിക്കാം എന്നുള്ള പ്ലാൻ വെച്ചിട്ട് ഡേറ്റിംഗ് ആപ്പിലൂടെ ഒരു പെൺകുട്ടിയെ തപ്പിപ്പോകുന്നു. കണ്ടുപിടിക്കുന്നതായിക്കൊള്ളട്ടെ നമ്മുടെ ജാൻവി കപൂറിൻ്റെ ക്യാരക്ടർ സുന്ദരി. അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ക്യാരക്ടറിൻ്റെ പേര് പരം, അതുപോലെ തന്നെ ജാൻവി കപൂറിൻ്റെ പേര് സുന്ദരി, പരം സുന്ദരി, അങ്ങനെയാണ് പടത്തിന് പേര് വരുന്നത്. അപ്പോൾ ഈ സുന്ദരി എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെ ഒരു സംഭവമാണ്. അതായത് സുന്ദരി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എൻ്റെയൊക്കെ വീട്ടിലെ പൂച്ചയുടെ പേരാണ് ആക്ച്വലി സുന്ദരി. ഇനി ആർക്കെങ്കിലും വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും സുന്ദരി എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാണ്ട് ആർക്കാണ് ഈ ഒരു ടൈമിൽ സുന്ദരി എന്ന് പേരിടുന്നതെന്ന് ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടെ. ഇനി ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരാൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ചതിക്കാത്ത ചന്തുവിനകത്ത് വസുമതി അല്ലെങ്കിൽ ബസുമതി എന്നൊക്കെ പേരിടുന്ന പോലെ തന്നെ സുന്ദരി എന്നുള്ള ഒരാൾ അവിടെ ഉണ്ടെന്ന് നമ്മളങ്ങ് വെക്കുന്നു. എങ്കിലും കേരളത്തിൽ വളർന്ന് കേരള തനിമയോടെ വളർന്ന് അതും ആ ചുറ്റുപാടുമൊക്കെ ആയിട്ട് ഭയങ്കരധികം ഇതായിട്ട് പോകുന്നൊരു പെൺകുട്ടി മലയാളം സംസാരിക്കുന്നത് കാണണം. അതായത് അങ്ങ് UP നിന്നും ബംഗാളിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വരുന്ന ഭായിമാരും അവരൊക്കെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അല്ലെങ്കിൽ അവരൊക്കെ കടയിൽ വന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പണിക്കൊക്കെ ആയിട്ട് വരുന്ന സമയത്തോ എന്തെങ്കിലും കാര്യമായിട്ട്, അല്ലെങ്കിൽ നമുക്കിനി കേരളത്തിന് പുറത്ത് പോയി ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള നമ്മുടെ കൊളീഗ്സ് മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ അവരുടെ, അതായത് നാക്ക് വഴങ്ങാണ്ട് സംസാരിക്കുന്ന രീതി. അങ്ങനെ സംസാരിക്കുന്ന ഒരു മലയാളി കുട്ടിയാണ് നമ്മുടെ സുന്ദരി എന്നുള്ള ജാൻവി കപൂർ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അതായത് സ്റ്റാർട്ട് ടു എൻഡ് ഒരുപാട് സീക്വൻസസിൽ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ തന്നെ അരോചകമായിട്ട് തോന്നി. മാങ്ങാണ്ടി എന്നല്ല, എൻ്റെ വായിൽ നിന്ന് വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് വന്നത്, ബട്ട് ഐ എം നോട്ട് ടെല്ലിങ് ഇൻ ഹിയർ. അപ്പം നമ്മുടെ ജാൻവി കപൂറിൻ്റെ ക്യാരക്ടറിനെ തേടി, അതായത് തൻ്റെ പെർഫെക്റ്റ് സോൾമേറ്റ് ജാൻവി കപൂർ ആണെന്ന് അല്ലെങ്കിൽ സുന്ദരി ആണെന്ന് അറിയുമ്പോഴത്തേനും പരം നേരെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിലാണല്ലോ ആളുള്ളത്. കേരളത്തിൽ വരുന്ന ജാൻവി കപൂർ ഒരു PG പോലത്തെ ഒരു സംഭവമാണ് നാട്ടിൽ നടത്തുന്നത്. അപ്പം അങ്ങോട്ടേക്ക് താമസിക്കാൻ വേണ്ടി നമ്മുടെ പരം വരികയാണ്. ആൻഡ് അവിടെ ഒരു ലവ് സ്റ്റോറി തുടങ്ങുന്നു. സിമ്പിൾ ലവ് സ്റ്റോറി, വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ലവ് സ്റ്റോറി, ക്രിഞ്ച് ഫെസ്റ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറി. അപ്പോൾ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ സ്പൈസി ആക്കാൻ വേണ്ടി ലവ് സ്റ്റോറി ഇവരൊരു ട്രയാങ്കിൾ മോഡിലേക്ക് ആക്കുന്നു. പിന്നീട് വീണ്ടും അപരാധം. അതിൻ്റെ ഇടയ്ക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സിനിമയ്ക്ക് അതൊരു പാട്ടുണ്ടായിരുന്നു, അതായത് കേരളത്തിനെ കാണിക്കുന്ന ഒരു സൂപ്പർ പാട്ടുണ്ടായിരുന്നു. അത് വളരെ ഗംഭീരമായിരുന്നു. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷേ നല്ല ഗംഭീര വിഷ്വൽസും അത്യാവശ്യം നല്ല രീതിക്ക് ആ പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാട്ടും പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. എപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഈവൻ റേസിസ്റ്റ് ആയിട്ട് വരെ പല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഡയറക്ടർ പുള്ളിക്കാരൻ്റെ മൈൻഡിലുള്ള ചില അത്തമ്പതിച്ച് കിടക്കുന്ന ചില വിഷനൊക്കെ എടുത്ത് ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഷോട്ട്, അതായത് നമ്മൾ ഒരു ഷോട്ട് കാണുന്ന സമയത്ത് നായകൻ, നായിക, അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സും അതിൻ്റെ ബാക്കിലൂടെ നടന്നു പോകുന്ന ആൾക്കാർ, ഈ NPCs ആയിട്ട് നടന്നു പോകുന്ന നമുക്ക് ഗെയിംസിലൊക്കെ കാണുന്ന പോലത്തെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ NPCs ആയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഈ ആൾക്കാരെ
സിനിമയിലെയൊക്കെ ചില ഷോട്ടിലൊക്കെ കാണിക്കുന്ന സമയത്ത് എന്ത് റേസിസമായിട്ടുള്ള പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു അപരാധ പടമാണ് ആക്ച്വലി ഈ ഒരു പരം സുന്ദരി എന്ന് പറയുന്നത്. സോ വലിയ ഒരു ഹോപ്പൊക്കെ കൊടുത്ത്, ഹോപ്പൊന്നല്ല, ഈ ഒരു പടത്തിന് ഒരു കോപ്പും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കോപ്പ് ആരും വെക്കുന്നില്ല എന്നറിയാം. എങ്കിൽ പോലും ആർക്കും അത്ര സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു മൂവിയല്ല. ആസ് എ മലയാളി എനിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സിനിമ OTT-യിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മേ ബി നല്ല ഊക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് കേരള സ്റ്റോറി പോലെ അല്ല ഈ ഒരു സിനിമയെന്ന് പറയുന്നത് തന്നെ ത്രൂ ഔട്ട് കേരളത്തിലെ പല കൾച്ചേഴ്സും കാര്യങ്ങളും, അതായത് ഓണത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഓണത്തിനെ പറ്റി ABCD അറിയാണ്ടാണ് ഈ ഒരു സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും. കാരണം അമ്മാതിരി ലെവലിലാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ഈ ഒരു ലെവലിലാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഇവന്മാർ കാണിച്ചു വെച്ചേക്കുന്നത് അങ്ങ് വേറെ ലെവലിലാണ്. അതായത് സിനിമ തന്നെ നടക്കുന്നത് ഇപ്പോൾ എർത്ത് 919 തോന്നി. ഇപ്പം വേറൊരു യൂണിവേഴ്സിൽ, അതായത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ മൈൻഡിൽ ഒരു കേരളം ഉണ്ടല്ലോ, ആ ഒരു കേരളത്തിലെ സ്റ്റോറി, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിൽ നടക്കുന്ന വേറൊരു യൂണിവേഴ്സിലുള്ള കേരളത്തിലെ സ്റ്റോറിയാണ് ഈ ഒരു സിനിമ കാണിച്ച് പോകുന്നത്. സോ എങ്ങനെയൊക്കെയോ ഞാൻ ഈ സിനിമ കണ്ടു തീർത്തു. കാണാൻ വേണ്ടിയായിട്ട് കയറിയതില്ല. ഫ്രണ്ട്സ് ഹൃദയപൂർവ്വം കണ്ടപ്പോൾ ഞാൻ ഓൾറെഡി അത് കണ്ടതായതുകൊണ്ട് എന്നാൽ പിന്നെ വേറെ പടം കാണാമെന്നും പറഞ്ഞ് അവർ പോയ കൂട്ടത്തിൽ പരംസുന്ദരി കാണാൻ വേണ്ടി കയറിയതാണ്. സന്തോഷമായി.